आकाशं नोपलिप्यते सर्वत्रावस्थितो देहे आत्मानोपलिप्यते। हरे कृष्ण। लाल दयाल प्रभु, लाल दयाल म्यूट ആണ്. രേഖമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദവിച്ഛേദം. യഥാ യാതൊരു പ്രകാരം സർവഗതം സർവവ്യാപിയായ ആകാശം ആകാശം സൗഷ്മ്യ സൂക്ഷ്മത മൂലം ന ഉപലഭ്യതേ മാലിന്യപ്പെടുന്നില്ല. തഥാ അപ്രകാരം ആത്മാവ് സർവത്ര ദേഹേ സർവവിധത്തിലുള്ള ദേഹത്തിൽ അവസ്ഥിത സ്ഥിതി ചെയ്യുന്നവനായിട്ടും ന ഉപലഭ്യതേ ലിപ്തനാകുന്നില്ല. വിവർത്തനം. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടിക്കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവേനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിലിരുന്നാലും അതിനോട് ചേരുന്നുമില്ല. ഭാവാർത്ഥം. ഭക്തിവരസ്വാമി ചിദംബരം മഹാരാജയ്ക്ക് ജയ്. വായുവിന് വെള്ളത്തിനും ചെളിയിലും മലത്തിലുമെല്ലാം കടന്നുകൂടാം, എങ്കിലും അത് ഒന്നിനോടും കൂടിക്കലരുന്നില്ല. അങ്ങനെ തന്നെ ജീവാത്മാവും വിവിധ രീതികളിൽ ഇരുന്നാലും സൂക്ഷ്മഭാവം മൂലം അവയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഒരു ജീവന് ശരീരത്തോട് എത്രമാത്രം ബന്ധമുണ്ടോ ദേഹനാശത്തിന് ശേഷം എങ്ങനെ വിട്ടുപോകുന്നുവെന്നോ ഭൗതിക ദൃഷ്ടി കൊണ്ട് കണ്ടെത്തുവാൻ കഴിയില്ല. ശാസ്ത്രീയമായി സമർത്ഥിക്കുവാനും ആർക്കും സാധ്യവുമല്ല. ഹരേ കൃഷ്ണ പ്രഭു. ക്ഷത്രി തഥാ കൃഷ്ണം പ്രകാശയതി यदा प्रकाशयत्येकः कृष्णं लोकमिमं रवि क्षेत्रं क्षेत्री तथा कृष्णं प्रकाशयति भारत यदा प्रकाशयति एकः कृष्णं मिमं रवि प्रकाशयते एका कृष्णं लोकमिमं रवि यदा प्रकाशयति एकः कृष्णं लोकमिमं रवि क्षेत्रं क्षेत्री तथा कृष्णं इति प्रकाशयति प्रकाशयति एकः यदा कृष्णं लोकमिमं रवि तदा कृष्णं प्रकाशयति भारत हरे कृष्ण। जय माता जी। हरे कृष्ण प्रभु। हरे कृष्ण माता जी. പ്രധാന പദാർത്ഥം. യഥാ യാതൊരു പ്രകാരം ഏകനായ രവി ആദിത്യൻ കൃഷ്ണം പൂർണ്ണമായ ഇമം ലോകം ഈ ലോകത്തെ പ്രകാശയതി പ്രകാശിപ്പിക്കുന്നു. തഥാ അപ്രകാരം ഭാരത ഹേ ഭാരത ക്ഷേത്രി ക്ഷേത്രാധിപതി അതായത് ആത്മാവ് കൃഷ്ണം ക്ഷേത്രം ക്ഷേത്രത്തെ മുഴുവനും ദേഹം പ്രകാശയതി പ്രകാശിപ്പിക്കുന്നു. വിവർത്തനം ശിലപ്രപാദിക്കും ജയ്. ഭാരതപുത്ര സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ്
ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. ഭാവാർത്ഥം ശിലപ്രഭുപാദയ്ക്ക് പ്രജ്ഞയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ പലതുമുണ്ട്. ഇവിടെ ഭഗവത്ഗീത സൂര്യനെയും സൂര്യപ്രകാശത്തെയും ഉദാഹരണമാക്കുന്നു. സൂര്യൻ ഒരിടത്തു നിന്നുകൊണ്ട് വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെയാണ് ഹൃദയസ്ഥനായ ജീവാത്മാവാകണം ശരീരത്തെ മുഴുവൻ പ്രജ്ഞാഭാസുരമാക്കുന്നത്. സൂര്യപ്രകാശം സൂര്യന്റെ സാന്നിധ്യത്തിന് തെളിവാണെന്ന പോലെ പ്രജ്ഞ ആത്മാവിന്റെ സാന്നിധ്യത്തിനും തെളിവാണ്. ശരീരത്തിൽ ആത്മാവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ അതിലെങ്ങും പ്രജ്ഞയുടെ പ്രകാശം ഉണ്ടായിരിക്കും. ആത്മാവ് വിട്ടുപോയ ശരീരത്തിൽ പ്രജ്ഞ ശേഷിക്കുകയില്ല താനും. ബുദ്ധിയുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണിത്. പദാർത്ഥങ്ങളുടെ സങ്കലനത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഉൽപ്പന്നമല്ല പ്രജ്ഞ. ജീവാത്മാവിന്റെ ലക്ഷണമാണത്. ഗുണത്തെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാവിന്റെ പ്രജ്ഞ പരമോന്നത പ്രജ്ഞയോട് തുല്യമെന്നിരിക്കലും അതിന് പരമോന്നതിയില്ല. ഒരു പ്രത്യേക ശരീരത്തിലെ പ്രജ്ഞയ്ക്ക് മറ്റൊരു ശരീരത്തിലുള്ള പ്രജ്ഞയിൽ പങ്കില്ലെന്നത് തന്നെ കാരണം. വ്യക്തിഗത ജീവാത്മാവിന്റെ സുഹൃത്തെന്ന നിലയിൽ സർവ്വ ശരീരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാകട്ടെ സർവ്വ ജീവജാലങ്ങളുടെയും ബോധം ഉൾക്കൊള്ളുന്നു. ഇതാണ് വ്യക്തിഗത പ്രജ്ഞയ്ക്കും പരമോന്നത പ്രജ്ഞയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ശ്ലോകം 35. ക്ഷേത്രജ്ഞയോः ക്ഷേത്രജ്ഞയോരോ ക്ഷേത്രജ്ഞയോः ഏവം ഏവം അന്തരം മന്ദരം മന്ദരം ജ്ഞാനചക്ഷുഷാ ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുർ യാന്തി തേ പരം. ക്ഷേത്രജ്ഞയോരേവം ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച ഭൂതപ്രകൃതിമോക്ഷം ച വിദുർയാന്തി തേ പരം. യേ വിദുർയാന്തി തേ പരം. ക്ഷേത്രജ്ഞയോരേവം ക്ഷേത്രജ്ഞയോരേവം ജ്ഞാനചക്ഷുഷാ അന്തരം ജ്ഞാനചക്ഷുഷാ പ്രകൃതിമോക്ഷം ച ഭൂതപ്രകൃതിമോക്ഷം ച യാന്തി തേ പരം. യേ വിദുർയാന്തി തേ പരം. ക്ഷേത്രജ്ഞയോരേവം ക്ഷേത്രജ്ഞയോരേവം ജ്ഞാനചക്ഷുഷാ അന്തരം ചക്ഷുഷാ പ്രകൃതിമോക്ഷം ച ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ഹരേ കൃഷ്ണ. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പദാനുപദാർത്ഥം യേ ഏതവർ ഏവം ഇപ്രകാരം. യേ ഏതവർ ഏവം ഇപ്രകാരം ക്ഷേത്രജ്ഞയോ ക്ഷേത്രത്തിന്റെയും ക്ഷേത്രജ്ഞന്റെയും അന്തരം ഭേദത്തെയും ഭൂതപ്രകൃതി മോക്ഷം ച ജീവജാലങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നുള്ള മോക്ഷത്തെയും ജ്ഞാനചക്ഷുസുകൊണ്ട് വിദു അറിയുന്നു. തേ അവർ പരമപദത്തെ യാന്തി പ്രാപിക്കുന്നു. വിവർത്തനം ശരീരത്തിനും അതായത് ക്ഷേത്രത്തിനും അതിനെ അറിയുന്നവനും ക്ഷേത്രജ്ഞൻ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയ ഏതെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കുന്നു. ഭാവാർത്ഥം ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. ശരീരവും അതിൻ വത്സലമാജി വീഡിയോ ഓൺ ആക്കുക. നിഷമാജി വീഡിയോ ഓഫ് ചെയ്യുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. ശരീരവും അതിന്റെ ഉടമയായ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വിശദീകരിക്കുകയാണ് ഈ അധ്യായത്തിന്റെ ഉദ്ദേശം.
8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന മുക്തി പ്രക്രിയ ശരിയാവണ്ണം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പരമലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കും. ഈശ്വരനെ പറ്റി കേൾക്കാനും അങ്ങനെ ക്രമേണ ജ്ഞാനം നേടാനും അവസരം നൽകുന്ന സത്സംഗമാണ് വിശ്വാസമുള്ള മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം. ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചാൽ ജഡപദാർത്ഥവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുതന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആധ്യാത്മിക ഗുരു വിവിധ ഉപദേശങ്ങളാൽ ശിഷ്യനെ ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പത്തിൽ നിന്ന് മുക്തനാവാൻ സഹായിക്കും. ഉദാഹരണമായി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ച് ഭൗതിക ചിന്താസരണിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നോക്കുക. ഈ ശരീരം ജഡമാണെന്ന് ഏവർക്കും അറിയാം. അതിനെ 24 മൂലകങ്ങളായി വിശകലനം ചെയ്യാൻ കഴിയും. ഒരു സ്ഥൂലമായ ആവിഷ്കാരമാണ് ശരീരം. മനസ്സും വൈകാരിക വൃത്തികളും അത്രേ സൂക്ഷ്മാവിഷ്കാരങ്ങൾ. ഈ 2 വിഭാഗങ്ങളുടെയും സങ്കലനം ജീവലക്ഷണങ്ങളാണെന്ന് അറിയപ്പെടുന്നു. ഇവയ്ക്കെല്ലാം ഉപരി ജീവാത്മാവുണ്ട്, പരമാത്മാവും ഉണ്ട്. ജീവാത്മാവും പരമാത്മാവും രണ്ടാണ്. ജീവാത്മാവിന്റെയും 24 മൂലകങ്ങളുടെയും സംയോഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചു പോരുന്നത്. ഈ പ്രത്യക്ഷ പ്രപഞ്ചഘടനയെ ഇങ്ങനെ ജീവാത്മാവിന്റെയും ഭൗതിക മൂലകങ്ങളുടെയും സംയോജന ഫലമായി കാണാനും പരമാത്മാവിന്റെ സ്ഥിതി അറിയാനും സാധിച്ചവർ ആധ്യാത്മിക ലോക പ്രാപ്തിക്ക് അർഹരാവുന്നു. മനനം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടവയാണ് ഈ വിഷയങ്ങൾ. ഈ അധ്യായം ഒരു ആധ്യാത്മികാചാര്യന്റെ സഹായത്തോടെ നിഷ്കൃഷ്ടമായി പഠിച്ചറിയേണ്ടതുണ്ട്. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന ഭഗവത്ഗീതയുടെ 13-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാन् സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനി. ശ്രീവാഷഭാനവേ ദേവി ദൈത്യായ കൃപാപ്തയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗാ ഭക്തിദാ ഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണി രൂപാനുഗാ വിരുദ്ധാഭ സിദ്ധാന്താദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഗൗരകിശോരായ നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുകാവരായതേ. ഗൗരാവിർഭവഭൂമിസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവാ ഗോപാല ഭട്ട രഘുനാഥ ഹേ ചൈ ഗൗരി ചരൺ ബന്ധൻ ചഹാമോദ വിജ്ഞാനാഷ്ടപൂരൻ വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരതുഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമദേർഗതി മത്സർവസ്വപദാംബോജോ രാധാമദനമോഹന. ദിവ്യാദ്വന്ദ്വാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകര സിംഹാസനസ്ഥൗ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവ ശ്രേഷ്ഠാലപി സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭി വംശീവടതടസ്ഥിതഃ കാശ്യൻ വേണു സ്വനിർഗോപി ഗോപിനാഥ ശ്രീയസ്തുനാ. ഭക്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരികൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ശിക്ഷാഗുരുവിന്റെയും ശീലപ്രഭുപാദിന്റെയും വൈഷ്ണവാചാര്യന്മാരുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും പാതാരബന്ധങ്ങളെ എന്റെ അഷ്ടാംഗ പ്രണാമം. കൃഷ്ണ. യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യത്തെ, സർവത്രാവസ്ഥിതോ ദേഹേ തദാത്മാനോപലിപ്യത്തെ. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടിക്കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിലിരുന്നാലും അതിനോട് ചേരുന്നില്ല. അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇപ്പൊ നമ്മൾ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ ചാപ്റ്ററിന്റെ അവസാനമായി ജ്ഞാനചക്ഷുഷാണ് അല്ലെ ഈ ഭാഗത്തെ പറയുന്നത്. ജ്ഞാനചക്ഷുഷ എന്നാണ്. അതായത് ജ്ഞാനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം. അതായത് ഈ ജ്ഞാനം എല്ലാ ഭക്തന്മാരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ജ്ഞാനമാണ് അല്ലെ. ആത്മാവിനെ കുറിച്ചും ആത്മാവ്, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, പ്രകൃതി, ഈ 3 കാര്യങ്ങളെ കുറിച്ച് എല്ലാ ഭക്തന്മാരും അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ശാശ്വത തത്വത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. അതായത് ആത്മാവിന് ഇന്ദ്രിയാതീതനാണ്. നമുക്കറിയാമല്ലോ ആത്മാവിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ 2-ാം അധ്യായത്തില് പഠിച്ചതാണ്. ആത്മാവിന് നാശമില്ല, ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല, വെള്ളത്തില് ഇട്ടാൽ അതൊന്നും സംഭവിക്കില്ല, ഉണക്കാൻ പറ്റില്ല, അങ്ങനെ എന്തും ആത്മാവിനെ നമുക്ക് എന്ത് ചെയ്താലും അതിന് നാശമില്ല. നമുക്കൊന്നും ആത്മാവിനെ ചെയ്യാൻ കഴിയില്ല. 1-ാമത്തെ കാരണം ആത്മാവ് അതിസൂക്ഷ്മമാണല്ലേ, നമുക്ക് കാണാൻ കൂടി കഴിയില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാണല്ലേ, നമുക്ക് ഊഹിച്ചാൽ അറിയാം ആത്മാവിന്റെ ഓരോ സ്പെഷ്യൽ നേച്ചർ അല്ലേ. അതേപോലെ അപ്പൊ ഒന്നും ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞു അല്ലെ. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉണ്ട് അല്ലെ. എന്നാൽ ഈ ഭൗതിക ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. ആ ഗുണങ്ങള് ഈ ആത്മാവില് കലരുന്നുണ്ടോ, അതൊരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഭഗവാൻ 2 ഉദാഹരണങ്ങൾ കൂടിയാണ് അർജുനനെ പറഞ്ഞു കൊടുക്കുക. ആ 2 ഉദാഹരണങ്ങളാണ് 33-ാം ശ്ലോകവും 34-ാം ശ്ലോകവും. 33-ാം ശ്ലോകത്തിൽ പറയുന്നത് ആകാശത്തെ കുറിച്ചാണ് അല്ലെ. ആകാശം അത്രയ്ക്കും സൂക്ഷ്മം. നമ്മള് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് പോലെയല്ല ശരിയായ ആകാശം അല്ലെ. അത് സൂക്ഷ്മഭാവത്തിലാണ്. നമ്മള് പഞ്ചഭൂതങ്ങൾ പഠിച്ചതിൽ ഒന്നാണ് ആകാശം അല്ലെ. ഭൂമി രാപോ അനലോ വായു ബ്രഹ്മനോ ബുദ്ധി രേവച. അത് സൂക്ഷ്മതയിലെ കാര്യത്തില് നമ്മൾ പറയുകയാണെങ്കിൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പൊ അതില് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആകാശം. അപ്പൊ അതിന് അത്രയ്ക്കും സൂക്ഷ്മതയുണ്ട്. ആകാശം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മനസ്സ്, അത് അതിനേക്കാൾ സൂക്ഷ്മം. അത് കഴിഞ്ഞാൽ വരുന്നത് ബുദ്ധി, അതിനെ സൂക്ഷ്മതയുള്ളു. അതിന്റെ മുകളിൽ വരുന്നതാണ് വിദ്യാഹങ്കാരം. ഈ പറഞ്ഞതിലെല്ലാം സൂക്ഷ്മതയുണ്ടെങ്കിലും അതിനേക്കാൾ ഏറ്റവും മുകളിലാണ് എന്ത്? ആത്മാവ്. ഏറ്റവും സൂക്ഷ്മമായത് ആത്മാവ്. ആ ആത്മാവിന്റെ ഭൗതിക ഗുണങ്ങളില് കലരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഭഗവാൻ ഉദാഹരണമായിട്ട് ആകാശത്തില് എന്താ പറയുന്നത്, അത് ഒന്നിലും എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ് അല്ലെ. സർവ്വവ്യാപിയാണ് ആകാശം. ആ ആകാശത്തിലേക്ക് ഒന്നും കൂടിക്കലരുന്നില്ല. അതേപോലെയാണ് ആത്മാവ് ശരീരത്തിലുണ്ടെങ്കിലും ആ ഭൗതിക ഗുണം ആത്മാവില് അതൊന്നും ബാധിക്കുന്നില്ല, അതൊന്നും ആത്മാവില് കയറുന്നില്ല. ആകാശം സർവ്വവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മത മൂലം മറ്റൊന്നിനോടും കൂടിക്കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിലിരുന്നാലും അതിനോട് ചേരുന്നില്ല. അതായത് ആത്മാവ് ഭൗതികമല്ല അല്ലെ. അതുകൊണ്ട് തന്നെ ആത്മാവ് സ്പിരിച്വൽ ആണ്, അതായത് ആത്മീയമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികതയൊന്നും അതിനെ ബാധിക്കുകയില്ല. അപ്പൊ അത് എക്സാമ്പിൾ ആയിട്ട് ആ
ആകാശത്തെ കുറിച്ച് പിന്നെ വീണ്ടും പറയുന്നു, ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. വായുവിന് വെള്ളത്തിലും ചെളിയിലും മലത്തിലും എല്ലാം കടന്നുകൂടാം, എങ്കിലും അത് ഒന്നിനോടും കൂടിക്കലരുന്നില്ല. അങ്ങനെ തന്നെ ജീവാത്മാവും വിവിധ ശരീരങ്ങളിരുന്നാലും സൂക്ഷ്മഭാവം മൂലം അവയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഒരു ജീവന് ശരീരത്തോട് എത്രമാത്രം ബന്ധമുണ്ടോ ദേഹനാശത്തിന് ശേഷം എങ്ങനെ വിട്ടുപോകുന്നുവെന്നോ ഭൗതിക ദൃഷ്ടികൾ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. ശാസ്ത്രീയമായി സമർത്ഥിക്കാനും ആർക്കും സാധ്യമല്ല. അതായത് ഈ ശരീരത്തില് ജീവനുണ്ട്, ഈ ശരീരത്തിന് ചലിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? അതില് ആത്മാവ് വേണം. ആ ആത്മാവിന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിന് അനങ്ങാനും പ്രവൃത്തികൾ ചെയ്യാനും എല്ലാം കഴിയുള്ളൂ. ഒരാള് മരണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞു അല്ലെ. സാധാരണ നമ്മള് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയും പാസ്ഡ് അവേ അല്ലെ, ആ പേഴ്സൺ പാസ്ഡ് അവേ. അത് തന്നെയാണ്, ആ ശരിയായ പേഴ്സൺ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അല്ലെ. ആ ആത്മാവായിരുന്നു ശരിയായത്. ഇത് വെറും ഭൗതികമായ ജഡപദാർത്ഥം. അത് നശിച്ചു കഴിഞ്ഞു. അത് നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയും വേഗം ആ ഡെഡ് ബോഡിയെ നമ്മൾ സംസ്കരിക്കും അല്ലെ, അത് അഗ്നിക്ക് കൊടുക്കും, അതിനെ പരിശുദ്ധിയും. അത് അത്രയ്ക്കുള്ളൂ ഈ ഭൗതിക ശരീരത്തിന്റെ വില. ആ ചൈതന്യം, ആ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഈ ശരീരത്തിന് അത്രയേ വിലയുള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ ഡെഡ് ബോഡി അതിന് അത്രയ്ക്ക് ബന്ധങ്ങൾക്ക് വിലയുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തോട് നമുക്കെല്ലാം ഒരു അകൽച്ച വരും അല്ലെ. സാധാരണ എല്ലാ മരണ വീടുകളിൽ പോയാലും നമുക്ക് കാണാൻ കഴിയും, അത് ആ ശരീരത്തിനോട് അവർക്കൊരു ഭയമോ ആ ഒരു ബന്ധം, അതായത് ഡെഡ് ബോഡി എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് അവര് ഏത് പേഴ്സൺ ആയാലും അങ്ങനെയാണ് ചിന്തിക്കുക അല്ലെ. ആ ശരീരത്തിന് പിന്നെ അതിനെ വെച്ചിട്ട് കാര്യമില്ല, അത് നശിച്ചു പോകും. അതായത് അത് പഞ്ചഭൂതങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ട വസ്തുവാണ്, ജഡപദാർത്ഥമാണ്. ആ ചൈതന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിന് യാതൊരു വിലയുമില്ല. ആ ബന്ധങ്ങളുടെ എല്ലാം ആ ശരീരത്തോടു കൂടി അത് അവസാനിച്ചു. വീണ്ടും അത് നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള ബോധം എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാവ് ഉണ്ടായിരുന്നപ്പോൾ മാത്രമേ അതിന് വിലയുണ്ടായിരുന്നുള്ളൂ. ആ ശരീരത്തിന്, ആ ശരീരത്തിൽ ആത്മാവ് പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ വില കഴിഞ്ഞു. പിന്നെ അതിനെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഏത് ശാസ്ത്രത്തിനും ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ച ശാസ്ത്രം, പക്ഷേ എത്ര പുരോഗമിച്ചാലും ഈ ശരീരത്തിലെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശാസ്ത്രത്തിനും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അതിലെന്താണ് ആ സമയത്ത് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും ആർക്കും കഴിയില്ല. ആത്മാവ് ഇങ്ങനെ പോകുന്നു എന്ന് കാണാനോ ആ ശരീരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നോ ഇതുവരെ ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല അല്ലെ. ആത്മാവിനെ കാണാൻ നമ്മുടെ ഈ മൈക്രോസ്കോപ്പ് പോലുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് മനുഷ്യർ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ആത്മാവിനെ കാണാനോ ആത്മാവ് മരണ സമയത്ത് എവിടേക്ക് പോകുന്നു എന്ന് കാണാനോ ആർക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അതായത് ഭഗവാന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ആ ഭഗവാന്റെ എത്രയോ ഭഗവാന്റെ ആ മഹാത്മ്യം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഇത്രയും തലമുടി നാരിന്റെ തുമ്പിന്റെ 10,000-ൽ ഒരംശമാണ് ആത്മാവിന്റെ വലിപ്പം. ആ വലിപ്പമുള്ള ആത്മാവ് ഈ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരത്തിന് എന്ത് ചെയ്യാനും ഈ ശരീരത്തിന് കഴിയും. ഇപ്പൊ നമ്മളൊരു വ്യക്തിയെ ഒന്ന് നുള്ളിക്കഴിഞ്ഞാൽ ആ ശരീരത്തിന് അത് അറിയണമെങ്കിൽ എന്ത് വേണം? ആ ആത്മാവിന്റെ സാന്നിധ്യം വേണം. ഡെഡ് ബോഡിയെ നമുക്ക് എന്ത് ചെയ്താലും അതിന് ഒന്നും അറിയാൻ കഴിയുന്നില്ല, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ. ചൈതന്യം, ആത്മാവുള്ള ശരീരത്തിന് മാത്രമേ തിരിച്ച് നമുക്ക് റെസ്പോൺസ് തരാൻ കഴിയുകയുള്ളൂ. അതാണ് നമുക്ക് പ്രഭുപാദർ പറഞ്ഞു തരുന്നത്. വായു വെള്ളത്തിലും ചെളിയിലും എല്ലാം ഉണ്ട്, പക്ഷെ അതിലേക്ക് കലരുന്നില്ല. അതായത് ആത്മാവിന്റെ ആത്മീയ, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള നേച്ചറാണ് ആത്മാവിന്. അതുകൊണ്ട് ഭൗതികമായ കൽമഷങ്ങളൊന്നും ആത്മാവിലേക്ക് കലരുന്നില്ല. അതാണ് ദേഹനാശത്തിന് ശേഷം എങ്ങനെ വിട്ടുപോകുന്നുവെന്നോ ഭൗതിക ദൃഷ്ടി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. അതായത് നമുക്കെല്ലാം ഭൗതികമായ കണ്ണുകളാണുള്ളത് അല്ലെ. അതുകൊണ്ട് ഈ ആത്മീയമായ വസ്തുവിനെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അതിന് ജ്ഞാനചക്ഷുഷ്, അതായത് ഭൗതികമായ കാഴ്ച ചക്ഷുഷിന് എന്താ പറയാ, ആത്മീയമായ ചക്ഷുഷ് വേണം അല്ലെ. ആ നേത്രം കൊണ്ട് മാത്രമേ ഭഗവാനെ ഈ ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതായത് ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്നു നിന്നാലും നമുക്ക് കാണാൻ കഴിയില്ല. എന്താണ്, നമ്മൾ മായയിൽ പെട്ട് കിടക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ കണ്ണുകള് ഭൗതികങ്ങളാണ്. അതുകൊണ്ടാണല്ലോ അർജുനന് ഭഗവാൻ ജ്ഞാനചക്ഷുഷ കൊടുത്തത് അല്ലെ. അതുകൊണ്ട് മാത്രമേ ഭഗവാന്റെ ആ വിശ്വരൂപം കാണാനായിട്ട് അർജുനന് സാധിച്ചുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്കും ഭഗവാൻ എല്ലാവർക്കും സർവ്വവ്യാപിയാണെങ്കിലും നമുക്കത്
കാണാൻ കഴിയില്ല. നമ്മുടെ കൽമഷങ്ങൾ നിറഞ്ഞ ഭൗതികതയിൽ മുങ്ങിക്കിടക്കുന്ന ഓരോ വ്യക്തികൾക്കും ഭഗവാനെ കാണാനുള്ള ആ ദിവ്യ ചക്ഷുഷ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഭഗവാന്റെ ശരണാഗതി പ്രാപിച്ച് ഭഗവാനിലെ നാമം ജപിച്ച് നമ്മുടെ കൽമഷങ്ങളെല്ലാം മാറ്റുകയാണെങ്കിൽ നമുക്കും ഇതേപോലുള്ള ദിവ്യ സാധിക്കും. മൂന്നാമത്തെ ഉദാഹരണം പറയുന്നത് കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിലിരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. സൂര്യന്റെ ഉദാഹരണമാണ്, സൂര്യനും സൂര്യരശ്മിയും. അതാണ് അടുത്തതായിട്ട് ഭഗവാൻ നമുക്ക് അതായത് അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നത്. സൂര്യൻ എങ്ങനെയാണോ ഈ വിശ്വത്തില് പ്രകാശം പരത്തുന്നത്, അതായത് സൂര്യരശ്മികൾ, സൂര്യൻ ഒന്നേ ഉള്ളൂ അല്ലെ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരേ ഒരു സൂര്യന്റെ പ്രകാശമാണ് എത്തുന്നത്. അതുപോലെ ഈ ഭൗതിക ശരീരത്തില് ആത്മാവ് ഇരിക്കുന്നത് കൊണ്ടാണ് ആ ശരീരത്തില് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെ, റെസ്പോണ്ട് ചെയ്യാൻ, പ്രജ്ഞ, അതായത് അവബോധമാണ് ആത്മാവിന്റെ ലക്ഷണം. ആത്മാവിന്റെ ലക്ഷണം പ്രജ്ഞയാണെന്ന് പറയുന്നത് നമുക്ക് കോൺഷ്യസ്നെസ്, നമുക്ക് എന്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ പ്രജ്ഞ, ആ അവബോധം ഉള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയാൻ സാധിക്കുകയില്ല. പിന്നെ ഒരു ജീവാത്മാവിന് ആ ശരീരത്തിൽ, ആ ബോഡിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ, ആ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ പരമാത്മാവിനാകട്ടെ ഈ പ്രപഞ്ചത്തിലെല്ലാം ഉള്ള എല്ലാ ജീവാത്മാക്കളും, അതായത് മൈക്രോസ്കോപ്പിക് ആയ ഓർഗാനിസംസ് മുതൽ ജൈജാന്റിക് ആയ ബ്ലൂവെയില്, എല്ലാ ജീവജാലങ്ങളിലുമുള്ള ആ പരമാത്മാവിന് അവയിലെല്ലാം ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നു. അതാണ് പരമാത്മാവിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ജീവാത്മാവിന് ആ ഒരു ഏത് ഇൻഡിവിജ്വലിലാണോ ആ ജീവാത്മാവ് ഇരിക്കുന്നത് അതിന്റെ കാര്യം മാത്രം ആ ജീവാത്മാവിന് അറിയാൻ സാധിക്കും. എന്നാൽ പരമാത്മാവിന് സർവ്വവ്യാപിയായ എല്ലാ ജീവജാലങ്ങളിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും പരമാത്മാവിന് അറിയാൻ സാധിക്കുന്നു. ഹരേ കൃഷ്ണ. കൺഫ്യൂഷൻ ആവുന്നുണ്ട് എല്ലാവർക്കും. ജീവാത്മാവ്, പരമാത്മാവ്, ശരീരം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലേ? ജീവാത്മാവ് പരമാത്മാവിന്റെയും വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. ജീവാത്മാവിന് ആ ശരീരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ. പരമാത്മാവിന് അങ്ങനെയല്ല, സർവ്വ ഓരോ കാര്യങ്ങളും പരമാത്മാവിന് അറിയാൻ സാധിക്കും. പിന്നെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല, ജീവാത്മാവ് വ്യത്യസ്ത ശരീരത്തിൽ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു അല്ലെ. എന്നാൽ പരമാത്മാവ് അങ്ങനെയാണോ? പരമാത്മാവിന് ഒരേ സ്വഭാവമാണ് എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുമ്പോൾ ഉള്ളത് അല്ലെ. ജീവാത്മാവിനാണ് വ്യത്യസ്ത ശരീരങ്ങളിൽ ഇരിക്കുമ്പോൾ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നത്. അതായത് നായുടെ ശരീരത്തിലാണെങ്കിൽ ആ നായുടെ സ്വഭാവം കാണിക്കും, ഉറുമ്പിന്റെ ശരീരത്തിലാണെങ്കിൽ ആ ഉറുമ്പിന്റെ, ഏത് ജീവിയിലാണ് ഇരിക്കുന്നത് അതിന്റെ സ്വഭാവം. പക്ഷെ പരമാത്മാവിന് ആ ഒരൊറ്റ, അതായത് ആ ഒരേ നിലയിൽ, അതായത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ജീവാത്മാവ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പരമാത്മാവ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ജീവാത്മാവിന് എപ്പോഴാണ് പരമാത്മാവിന് നേരെ തിരിഞ്ഞ് ആ പരമാത്മാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ആ പരമാത്മാവ് പറയുന്നത് അനുസരിക്കാനായിട്ട് ആ ജീവാത്മാവിന് എപ്പോഴാണ് ആ ബോധം വരുന്നത്, അപ്പോഴാണ് ആ ജീവാത്മാവിന് മോക്ഷത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കാൻ തുടങ്ങുന്നത് അല്ലെ. അങ്ങനെ ഒരു ശ്രദ്ധ ആ ജീവാത്മാവിന് പരമാത്മാവിലേക്ക് വരാൻ വേണ്ടിയാണ് നമുക്ക് ഈ മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിലാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത് അല്ലെ. ആ ജ്ഞാനം കിട്ടുമ്പോഴാണ് നമ്മൾ ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ ശരീരത്തെ കുറിച്ചും, ആ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്, 24 എലിമെന്റ്സ് ആണ് അതിലുള്ളത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യജന്മം കിട്ടിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. മനുഷ്യജന്മം കിട്ടിയാൽ മാത്രം പോരാ, നമ്മൾ ആത്മീയമായ അറിവ് നേടാനുള്ള ആഗ്രഹം കൂടി നമ്മിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു വഴി നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ അല്ലെ. ഭഗവാൻ തന്നെ നമുക്ക് അതിനുള്ള വഴി തുറന്നു തരും. നമ്മുടെ ഉള്ളില് അതിനുള്ള ഒരു ആഗ്രഹം വരണം, എന്നാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോ ജീവാത്മാവിന്റെ പരമാത്മാവിന്റെ വ്യത്യാസമാണ് പറയുന്നത്. പിന്നെ അതായത് പ്രളയം വരുമ്പോൾ ജീവാത്മാവിന് അതിന്റെ ശരീരം നഷ്ടപ്പെടുന്നു, പക്ഷെ പരമാത്മാവിന് യാതൊന്നും ഇതില് ബാധിക്കുന്നില്ല. ഇനി ജീവാത്മാവിനും ശരീരവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം.
ശരീരം എന്താണ്? ഭഗവാന്റെ ഇൻഫീരിയർ എനർജിയാണ് അല്ലെ. ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ സുപ്പീരിയർ എനർജിയാണ്. പിന്നെ ആത്മാവ്, സോള് സ്പിരിച്വൽ ആണ്, ബോഡി എപ്പോഴും ഭൗതികമാണ് അല്ലെ. അതിന് ആത്മീയമായ കഴിവുകളൊന്നുമില്ല. അത് തികച്ചും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭൗതികമായ ഒരു ജഡപദാർത്ഥമാണ്. പിന്നെ സോൾ എന്ന് പറയുന്നത് എറ്റേണൽ ആണ്. ഇത് ശരീരം ടെമ്പററി ആണ്, അത് നശിച്ചു പോകില്ല, അതിന് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സോളിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിന്റെ വലിപ്പത്തിലായിക്കോട്ടെ എന്തിലായാലും അതിനൊരു യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെ ജീവാത്മാവ്, ആത്മാവ് എപ്പോഴും ആനന്ദമായിരിക്കില്ല. ആത്മാവിന് എപ്പോഴും ആനന്ദമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ആ വ്യക്തി ആനന്ദം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ മനുഷ്യരെല്ലാം ഈ ആനന്ദം, അതായത് സന്തോഷം തേടിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അത് ഈ ഭൂമിയിൽ അത് ലഭിക്കില്ല അല്ലെ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ദുഃഖാലയം അശാശ്വതം. അപ്പോ അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ആ ശാശ്വതമായ സന്തോഷം ഒരിക്കലും ലഭിക്കുകയില്ല. സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മൾ എവിടേക്ക് എത്തണം? ഭഗവാന്റെ, അതായത് സ്പിരിച്വൽ ലോകങ്ങളിൽ, ആധ്യാത്മിക ലോകങ്ങളിൽ എത്തണം. എന്നെങ്കിൽ മാത്രമേ ആത്മാവിന് ആ സ്വരൂപ ജ്ഞാനം കിട്ടി ആ ആനന്ദം, ആത്മീയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് പരമാത്മാവിന് എപ്പോഴും സച്ചിദാനന്ദ സ്വരൂപമാണ് അല്ലെ, അതിന് എപ്പോഴും ആനന്ദമാണ് ആവശ്യം. അതേപോലെ തന്നെ അതിന്റെ അംശമായ ഈ ജീവാത്മാവിനും ആനന്ദം തന്നെയാണ് ആവശ്യം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം അറിഞ്ഞ് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ആ പാതയിലേക്ക് നമ്മൾ നീങ്ങി ആത്മീയമായ വഴിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ കൽമഷങ്ങളെല്ലാം നീങ്ങി നമുക്കും എപ്പോഴും സന്തോഷം കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഭൗതികമായ ജീവിതം നയിക്കുന്നവർക്ക് എപ്പോഴും ദുഃഖങ്ങളായിരിക്കും. അതായത് അവർക്ക് എന്ത് ലഭിച്ചാലും ഇനിയും കൂടുതൽ ആഗ്രഹങ്ങളായിരിക്കും അല്ലെ. ഇത് കിട്ടിയത് എത്രയായാലും അത് പോരാ, ഇനിയും വേണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും എല്ലാവർക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മീയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും അവരുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷമായിരിക്കും. കാരണം അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ കുറിച്ചും, ഭഗവാന്റെ കീർത്തനങ്ങളായിക്കോട്ടെ, ഭഗവാന്റെ ലീലകളായിക്കോട്ടെ, ഭഗവാന്റെ കഥകളായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭൗതികമായ ആഗ്രഹങ്ങൾ കുറഞ്ഞു വരും. അപ്പൊ നമ്മുടെ ഉള്ളിലും ആ സന്തോഷം നിറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ പറയുന്നുണ്ട്, ജീവാത്മാവിന്റെ പ്രജ്ഞ പരമോന്നത പ്രജ്ഞയോട് തുല്യമെന്നിരിക്കലും അതിന് പരമോന്നതിയില്ല. അതായത് ജീവാത്മാവിന്റെ പ്രജ്ഞ, ഈ ജീവാത്മാവിന്റെ അവബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അല്ലെ. എന്നാൽ ഭഗവാൻ പരമാത്മ സ്വരൂപനായിരിക്കുന്ന അതിന്റെ പ്രജ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ സർവ്വ ജീവജാലങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടിനും, ജീവാത്മാവിന്റെ പ്രജ്ഞയ്ക്ക് പരമോന്നതിയില്ല. ഒരു പ്രത്യേക ശരീരത്തിലെ പ്രജ്ഞയ്ക്ക് മറ്റൊരു ശരീരത്തിലുള്ള പ്രജ്ഞയിൽ പങ്കില്ലെന്ന് തന്നെ കാരണം. വ്യക്തിഗത ജീവാത്മാവിന്റെ സുഹൃത്ത് എന്ന നിലയിൽ സർവ്വ ശരീരങ്ങളും സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാകട്ടെ സർവ്വ ജീവജാലങ്ങളുടെയും ബോധം ഉൾക്കൊള്ളുന്നു. ഇതാണ് വ്യക്തിഗത പ്രജ്ഞയ്ക്കും പരമോന്നത പ്രജ്ഞയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ജീവാത്മാവിന് ആ ശരീരത്തിലുള്ളത് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പരമാത്മാവിനാണെങ്കിൽ സർവ്വ ജീവജാലങ്ങളുടെയും കോൺഷ്യസ്നസ്, ആ ബോധം പരമാത്മാവിനുണ്ട്. പരമാത്മാവിന് ഏത് ജീവിയും എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ജീവിക്ക് എന്ത് വേണം, അത് സാധിപ്പിച്ചു കൊടുക്കാനുള്ള ഉപദ്രഷ്ടാനുബന്ധം നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഭഗവാൻ അതിനുള്ള സാങ്ഷൻ ആ ജീവാത്മാവിന് കൊടുക്കുന്നു. ജീവാത്മാവിന്റെ ഡിസയർ, ആ ആഗ്രഹം ഭൗതികമായി സാധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ആഗ്രഹത്തിനാണ് നമ്മൾ ഏത് രീതിയിലേക്ക് തിരിച്ചുവിടണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. ഏത് രീതിയിലാണ് നമ്മുടെ ആഗ്രഹങ്ങളെ തിരിച്ചുവിടേണ്ടത്? അത് ഭഗവാനിലേക്ക് തിരിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് അതിന് നമ്മൾ സന്തോഷം കണ്ടെത്തി നമ്മുടെ ആഗ്രഹങ്ങൾ അതിലേക്ക് മാറ്റപ്പെടണം. അതാണ് ഓരോ വ്യക്തിയും ഇത് പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. ശ്ലോകം 35. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം, ഈ എല്ലാ ശ്ലോകങ്ങളുടെയും കൂടിയുള്ള ഒരു രത്ന ചുരുക്കം. എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, പ്രകൃതി, ഇതെല്ലാം ഇതിന്റെയൊക്കെ ഉള്ള ഒരു സത്ത, അതാണ് ഈ ശ്ലോകത്തില് നമുക്ക് പറഞ്ഞു തരുന്നത്. ശരീരത്തിനും ശരീരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം, അതിനെ അറിയുന്നവനും അതായത് ക്ഷേത്രജ്ഞൻ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. അതാണ് ഈ ശ്ലോകത്തിൽ, നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ശരീരം, ആത്മാവ്, പരമാത്മാവ്, അതായത് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, പ്രകൃതി, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ വിശദമായി നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നത്.
അതായത് ജ്ഞാനം. ഈ ജ്ഞാനം നമ്മൾ എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ മുതൽ നമ്മൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മനുഷ്യരും ഏത് രീതിയിൽ മുന്നോട്ട് പോകണം? നമ്മുടെ ഭൗതികമായ ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണോ, നമ്മുടെ ശാശ്വതമായ നമ്മുടെ ആത്മാവിന് വേണ്ടി, ആത്മാവിനെ ആ സ്വരൂപ ജ്ഞാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള യാത്രയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ശരീരവും അതിന്റെ ഉടമയായ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വിശദീകരിക്കുകയാണ് ഈ അധ്യായത്തിന്റെ ഉദ്ദേശം. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമാക്കപ്പെട്ട മുക്തി പ്രക്രിയ ശരിയാം വണ്ണം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പരമലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കും. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലെ? അനാമിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തിരാർജവം. ആ ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഭഗവാന് ഓരോ ഭക്തനും എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയുള്ള സ്വഭാവമാണ് ഉണ്ടാകേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ? അതെല്ലാം പാലിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് ലഭിക്കുന്നത്? അതായത് ഏത് രീതിയിൽ മോക്ഷം, അതിൽ നിന്ന് ആ ജ്ഞാനം, അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ? അത് പിന്നെ അത് കഴിഞ്ഞു വരുമ്പോൾ ഏത് രീതിയിലുള്ള ജ്ഞാനയോഗം അതെല്ലാം പറഞ്ഞിട്ടും ഭക്തി തന്നെയാണ് അവിടെയും പ്രാമുഖ്യം. അതായത് ഏത് യോഗം ചെയ്താലും ലാസ്റ്റ് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ ലഭിക്കുകയുള്ളൂ. ഭക്തിയാ നാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ. അതും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മയിച്ച അനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി. ഭക്തിയാണ് അവിടെയും പ്രാധാന്യം. അതിനെക്കുറിച്ച് തന്നെയാണ് ഭഗവാൻ അതിലും 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിലും എടുത്തു പറയുന്നത് ഭക്തിയുടെ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന മുക്തി പ്രക്രിയ ശരിയാം വണ്ണം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പരമലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കും. പരമലക്ഷ്യം എന്താണ്? ആത്മാവിനെ ആ സ്വരൂപ ജ്ഞാനം ലഭിച്ച് ആ പരമധാമത്തിലേക്ക് എത്തിച്ചേരുക. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറഞ്ഞത്. ഈശ്വരനെ പറ്റി കേൾക്കാനും അങ്ങനെ ക്രമേണ ജ്ഞാനം നേടാനും അവസരം നൽകുന്ന സത്സംഗമാണ് വിശ്വാസമുള്ള മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം. അതിൽ ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്നാണ് പറഞ്ഞു തരുന്നത്. അത് സത്സംഗം. അതായത് ഒരേ ചിന്താരീതി, ഒരേ മാനസികാവസ്ഥയിലുള്ള വ്യക്തികൾ കൂടുന്ന ആ സത്സംഗം. എല്ലാവരുടെ ഉള്ളിലും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അല്ലെ? സത്സംഗത്തിന് വരുന്നവരുടെ ഉള്ളിലെല്ലാം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഭഗവാൻ. ആ ഭഗവാന്റെ സാക്ഷാത്കാരം, അതിനു വേണ്ടി കൂടുന്ന ആ സത്സംഗങ്ങളാണ് ഏറ്റവും മനുഷ്യന് വേണ്ട ആദ്യത്തെ പ്രാഥമിക ആവശ്യം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന്, ആ സത്സംഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അടുത്തത് പറയുന്നത്. ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചാൽ ജഡപദാർത്ഥവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതായത് നമ്മൾ സത്സംഗത്തിന് ചെന്ന് അവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകള്, കീർത്തനങ്ങളെല്ലാം കേട്ട് ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മളൊരു ആധ്യാത്മിക ഗുരുവിന്റെ കീഴിൽ, ആ ഗുരുവിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അതായത് ഗുരു എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അതായത് ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന്. നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശിക്ഷാഗുരു ആദ്യം പറഞ്ഞ ആ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നമ്മൾ ശരീരമല്ല ആത്മാവാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് പ്രഭുജി അന്ന് പറഞ്ഞത്? അത് എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ നമ്മൾ ഇത് തന്നെ പറയുക. അതായത് നമ്മൾ ശരീരമല്ല ആത്മാവാണ്. ഇതിങ്ങ് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക. നമ്മളത് കേൾക്കുമ്പോൾ, നമ്മൾക്ക് ആദ്യം കേൾക്കുമ്പോൾ അത് നമുക്ക് എന്താണെന്ന് വ്യക്തമാവില്ല അല്ലെ? പിന്നെ നമ്മൾക്ക് ഈ ഭഗവത്ഗീത പഠിച്ച് നമുക്ക് ജ്ഞാനം കിട്ടുമ്പോൾ അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ ആത്മാവ് ആണ്, ശരീരമല്ല, ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്നൊരു എത്തും പിടിയും കിട്ടില്ല. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം എനിക്ക് ഭഗവത്ഗീത അറിയില്ല. അതേ 2 ശ്ലോകമേ അറിയുള്ളൂ അല്ലെ? എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ആ ശ്ലോകമാണ് സർവരും ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്നത് അല്ലെ? അപ്പൊ അത്രയും അറിഞ്ഞിരുന്ന എനിക്ക് ഈ ആത്മാവല്ല, ആത്മാവാണ് ശരീരമല്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെ ക്ലാസ്സുകൾ കേട്ട് പ്രഭുജിയിൽ നിന്നും ധാരാളം അറിവുകൾ, ആ അറിവ് ലഭിച്ചപ്പോഴാണ് എന്താണ് നമ്മുടെ അവസ്ഥ, ഈ മനുഷ്യ ശരീരം കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ആത്മാവ്, എന്താണ് ശരീരം, എന്താണ് പരമാത്മാവ്, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യ ശരീരം കിട്ടിയത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലായത്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഈ അധ്യായത്തിലെ
വിശദമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതായത് ജ്ഞാനം, നമുക്ക് ഈ മനുഷ്യനായതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ജ്ഞാനം, അതായത് ഒരു മൃഗമായിരുന്നാൽ നമുക്ക് ഒരിക്കലും ഈ ആത്മാവിനെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ നമ്മുടെ ശരീരത്തെ കുറിച്ചോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ മനുഷ്യജന്മം ഒരു പുണ്യമാണ് അല്ലെ, നമ്മുടെ സൗഭാഗ്യം. അത് പൂർണ്ണമായും വിനിയോഗിച്ച് നമ്മുടെ ആത്മാവിനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക. ആധ്യാത്മ ഗുരു വിവിധ ഉപദേശങ്ങളാൽ ശിഷ്യനെ ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പത്തിൽ നിന്ന് മുക്തനാവാൻ സഹായിക്കും. ഉദാഹരണമായി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ച് ഭൗതിക ചിന്താസരണിയിൽ നിന്ന് പിന്തിരിക്കുന്നത് നോക്കുക. അതായത് അർജുനന് ഒരുപാട് വിഷമമുണ്ട് അല്ലെ, യുദ്ധം ചെയ്യാനായിട്ട്. തന്റെ ആചാര്യൻ നിൽക്കുന്നു, ബന്ധുക്കൾ നിൽക്കുന്നു, അവരെയൊക്കെ വധിക്കാൻ എങ്ങനെയാണ് തന്നെ കൊണ്ട് കഴിയുക എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട് അല്ലെ. അവരെയെല്ലാം വധിച്ചുകൊണ്ട് എനിക്കൊന്നും നേടണ്ട, ആ നേടുന്നതൊന്നും എനിക്ക് വേണ്ട എന്നാണ് അർജുനൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അർജുനനെ ഭഗവാന്റെ ഉപദേശം കൊണ്ട്, അതായത് ശരിയായ ജ്ഞാനം ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. അവരെല്ലാം വധിക്കപ്പെട്ടവരാണ്, നീ അതിനൊരു ആയുധം മാത്രമേ ആവുന്നുള്ളൂ അല്ലെ. ആ ഒരു ജ്ഞാനം അർജുനന് ലഭിച്ചപ്പോൾ അർജുനന്റെ ഉള്ളിലുള്ള കൽമഷങ്ങളെല്ലാം നീങ്ങി അർജുനൻ എല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിന് എല്ലാം ചെയ്തുകൊണ്ട് തന്നെ അർജുനൻ ആ രീതിയിലേക്ക് ഉയർന്നു. അതായത് അർജുനൻ ഭഗവാന്റെ ശിഷ്യനായി. ശിഷ്യസ്തേഹം സാധിമാം ത്വം പ്രപന്ന, അത് അർജുനൻ സ്വയം ഭഗവാന്റെ ശിഷ്യനായി മാറി. അപ്പൊ ഭഗവാൻ അവിടെ ആചാര്യനായി മാറി അല്ലെ. അങ്ങനെ ഭഗവാൻ ഓരോ കാര്യങ്ങളും പറയുന്നത് ഭഗവാൻ ശിരസാ വഹിച്ച് അതനുസരിച്ച് അർജുനന്റെ കർമ്മങ്ങൾ അർജുനൻ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാവണം നമ്മൾ ഓരോരുത്തരും. ആത്മീയ ആചാര്യൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് അത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നുള്ള ബോധം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് നമ്മൾ ഈ ഭൗതിക ശരീരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭൗതിക കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ പോവുക. ആ ഭൗതിക കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ പിടിവിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. അതാണ് ഒരു ആത്മീയ ആചാര്യന്റെ ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി അതനുസരിച്ച് ആ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതം അതിനുവേണ്ടി ചിട്ടപ്പെടുത്തുക. അപ്പോൾ തീർച്ചയായും ഓരോ ശിഷ്യന്മാർക്കും ആ ഭൗതികതയിൽ നിന്ന് മുക്തി ലഭിച്ച് ആത്മീയതയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കും. ഈ ശരീരം ജഡമാണെന്ന് ഏവർക്കും അറിയാം. അതിനെ 24 മൂലകങ്ങളായി വിശകലനം ചെയ്യാൻ കഴിയും. ഒരു സ്ഥൂലമായ ആവിഷ്കാരമാണ് ശരീരം. മനസ്സും വൈകാരിക വൃത്തികളുമത്രേ സൂക്ഷ്മ ആവിഷ്കാരങ്ങൾ. ഈ രണ്ട് വിഭാഗങ്ങളുടെയും സങ്കലനം ജീവലക്ഷണങ്ങളാണെന്ന് അറിയപ്പെടുന്നു. ഇവയ്ക്കെല്ലാം ഉപരി ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. ജീവാത്മാവും പരമാത്മാവും രണ്ടാണ്. ജീവാത്മാവിന്റെയും 24 മൂലകങ്ങളുടെയും സംയോഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചു പോരുന്നത്. ഈ പ്രത്യക്ഷ പ്രപഞ്ചഘടനയെ എങ്ങനെ ജീവാത്മാവിന്റെയും ഭൗതിക മൂലകങ്ങളുടെയും സംയോജന ഫലമായി കാണാനും പരമാത്മാവിന്റെ സ്ഥിതി അറിയാനും സാധിച്ചവർ ആധ്യാത്മിക ലോകപ്രാപ്തിക്ക് അർഹരാകുന്നു. ഒന്നുകൂടി വായിക്കാം. ജീവാത്മാവിന്റെയും 24 മൂലകങ്ങളുടെയും സംയോഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചു പോരുന്നത്. ജീവാത്മാവിന്റെയും 24 ഘടകങ്ങൾ, ആ മൂലകങ്ങൾ ചേർന്നിട്ടുള്ള ഈ ഭൗതിക പ്രപഞ്ചത്തെ പ്രവർത്തിച്ചു പോരുന്നത് ഇതാണ്, ജീവാത്മാവും ഈ ശരീരവും. അതായത് 23 മൂലകങ്ങളുടെ സംയോജിച്ചുണ്ടായ ഈ ഭൗതിക ശരീരമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചു പോരുന്നത്. അതായത് ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി പരമാത്മാവ് സാങ്ഷൻ കൊടുക്കുന്നു, പ്രകൃതി അത് ഭൗതികമായി സാക്ഷാത്കരിക്കപ്പെടുത്തുന്നു. അങ്ങനെ ഈ പ്രത്യക്ഷ പ്രപഞ്ചഘടനയെ ഇങ്ങനെ ജീവാത്മാവിന്റെയും ഭൗതിക മൂലകങ്ങളുടെയും സംയോജന ഫലമായി കാണാനും നമ്മൾ ഓരോ വ്യക്തിയും അത് മനസ്സിലാക്കണം. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് എന്ത് വേണം? പരമാത്മാവിന്റെ സ്ഥിതി അറിയാനും സാധിച്ചവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരമാത്മാവ് എന്താണ് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. പരമാത്മാവ് ജീവാത്മാവിനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പരമാത്മാവിന്റെ ലക്ഷ്യം എന്താണ്? ജീവാത്മാവ് പരമാത്മാവിലേക്ക് എപ്പോഴാണ് തിരിയുന്നത്, അതായത് നമ്മൾ എപ്പോഴാണ് ഭഗവാനിലേക്ക് അന്തർമുഖനായി നിൽക്കുന്നത്, അതായത് പരമാത്മാവിലേക്ക് തിരിയുന്നത് എപ്പോഴാണ്, അത് നോക്കിയാണ് പരമാത്മാവ് ഇരിക്കുന്നത്. അതായത് പരമാത്മാവ് എപ്പോഴും സൗഹൃദത്തിലാണ് അല്ലെ, ജീവാത്മാവിനെ ഒരു സുഹൃത്ത് ഭാവത്തിലാണ് കാണുന്നത്. പക്ഷെ ജീവാത്മാവിന് ഫ്രീ വിൽ, അതായത് സ്വന്തം ഇഷ്ടങ്ങൾ സാധിക്കാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവാത്മാവ് തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും മാറി ഭഗവാനിലേക്ക് എപ്പോഴാണ് തിരിയുന്നത് അത് നോക്കിയാണ് പരമാത്മാവ് ഇരിക്കുന്നത്. പരമാത്മാവിന്റെ സ്ഥിതി അറിയാനും സാധിച്ചവർ ആധ്യാത്മിക ലോകപ്രാപ്തിക്ക് അർഹരാകുന്നു. അതറിയാൻ എപ്പോഴാണോ നമുക്ക് തോന്നുന്നത്, ആ ജീവാത്മാവിന് എപ്പോഴാണോ അതിനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്, അതായത് പരമാത്മാവിനെ നോക്കി ആ പരമാത്മാവിന്റെ
എന്താണ് പരമാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരുന്നത്, അതിലൂടെ യാത്ര ചെയ്യാൻ. അതെപ്പോഴാണ് ആ ജീവാത്മാവിന് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത്, ജീവാത്മാവ് ആ ഭൗതികത വെടിഞ്ഞ് ആത്മീയതയിലേക്ക് പോകുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ജീവാത്മാവിനെ. അതിന് ജ്ഞാനം വേണം. ആ ജ്ഞാനമാണ് ഈ ഭഗവാൻ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഭക്തർക്ക് ആ പരമാത്മാവിനെ മനസ്സിലാക്കാനും പരമാത്മാവ് നമ്മളോട് പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ മനനം കൊണ്ട്, അതായത് മനനം കൊണ്ട് സാക്ഷാത്കരിക്കണം. നമ്മൾ കേട്ട് കഴിഞ്ഞ സാധനം എന്താണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് മനസ്സിലാക്കുക, അത് മനനം ചെയ്ത് സാക്ഷാത്കരിക്കേണ്ടവയാണ് ഈ വിഷയങ്ങൾ. അതാണ് ഈ അധ്യായത്തില് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അർജുനനിലൂടെ പറഞ്ഞു തരുന്ന ഈ ജ്ഞാനം, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ, ഇതെല്ലാം ഈ 3 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടതെന്നും നമ്മുടെ ശരീരം എന്താണെന്നും പ്രകൃതി എന്താണെന്നും ജീവാത്മാവ് എന്താണെന്നും പരമാത്മാവാണെന്നും പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാനിലേക്ക് എത്തേണ്ട വഴി ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ആധ്യാത്മിക ആചാര്യന്റെ കീഴിൽ നമ്മൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ഭഗവത്ഗീത ഒരു അഭ്യാസം, നമ്മള് വിദ്യ ഇതിലൂടെ അഭ്യസിക്കുകയാണ് അല്ലെ. ആധ്യാത്മിക വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അഭ്യാസത്തിന് പൂർണ്ണത കൈവരണമെങ്കിൽ എന്ത് വേണം? ആ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുക. നമ്മുടെ ലക്ഷ്യം ഭഗവത് ധാമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം കുറച്ചുകൊണ്ട്, അതായത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് അത് കുറഞ്ഞു വരും. അങ്ങനെ അത് കുറച്ച് പൂർണ്ണമായി നമ്മുടെ നാമജപം, ഒരു മാല ജപിക്കുന്നവര് 2 മാല ജപിക്കുക. അങ്ങനെ നമ്മൾ ഭഗവതിൽ പറഞ്ഞ പോലെ ഓരോ ദിവസവും 16 മാല ജപിച്ച് നമ്മുടെ ആ കൽമഷങ്ങളെല്ലാം നീക്കി നമ്മുടെ ശരീരവും മനസ്സും പരിശുദ്ധമാക്കി ആ ഭഗവാന്റെ പരമാത്മാ സ്വരൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ, അതായത് ഹൃദയാന്തർഭാഗത്തിരിക്കുന്നു. നമ്മൾ പഠിച്ചല്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. പഠിച്ചിട്ടില്ല നമ്മൾ 18ാമത്തെ അധ്യായത്തിൽ 61ാമത്തെ ശ്ലോകമാണത്. ഭഗവാൻ പരമാത്മാ സ്വരൂപത്തിൽ ഭഗവാൻ എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. അതായത് ഹൃദയാന്തര ഭാഗത്താണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മുടെ യന്ത്രമാകുന്ന ഈ ശരീരത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരമാത്മാവിനെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി പരമാത്മാവ് നമ്മളെ എങ്ങനെയാണോ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അത് നമ്മുടെ ജീവാത്മാവിന്റെ ഇഷ്ടങ്ങൾക്കാണ് ഇപ്പോൾ. പക്ഷെ ആ ജീവാത്മാവിന്റെ ഇഷ്ടങ്ങളെ നമ്മൾ ഭഗവാനിലേക്ക് തിരിക്കണം. നമ്മൾ പരമാത്മാവിനെ നോക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ തീർച്ചയായും ഓരോരുത്തർക്കും പരമാത്മാവിന്റെ കടാക്ഷം കൊണ്ട് തീർച്ചയായും ഭഗവത്ധാമത്തിലേക്ക് എത്താൻ കഴിയും. ഹരേ കൃഷ്ണ. നമ്മുടെ മന്ത്രജപം എല്ലാവരും മുടക്കാണ്ടിരിക്കുക. എല്ലാവരും ഓരോ ദിവസവും ഒരു മാസത്തിലെങ്കിലും ഒരു മാല കൂടുതൽ ജപിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ അധ്യായം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇനിയും കൂടുതൽ അറിയണം എന്നുള്ളവര് ചോദിച്ചോട് ചോദിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. റൈറ്റ്. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്സായിരുന്നു മാതാജി, നന്നായിരുന്നു. ഹരേ കൃഷ്ണ. നന്നായിരുന്നു ക്ലാസ്. ഹരേ കൃഷ്ണ മാതാജി. മുഴുവൻ പറഞ്ഞു, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ മുഴുവൻ പറഞ്ഞു ഈ ഒറ്റ ക്ലാസ്. ഹരേ കൃഷ്ണ. നന്നായി പറഞ്ഞു. മാതാജി നന്നായിരുന്നു മാതാജി. ശ്ലോകത്തിലെ 2 ശ്ലോകം ജീവാത്മാവും ശരീരം നമ്മുടെ ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ച ശേഷം അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 എക്സാമ്പിൾ ഭഗവാൻ തരുന്നതാണ്. ആദ്യത്തേത് ആകാശം, രണ്ടാമത്തേത് സൂര്യൻ. ആദ്യത്തെ എന്ന് പറയുമ്പോൾ അത് 2 ദൃഷ്ടിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നാൽ പോലും ജീവാത്മാവിന് ശരീരമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവാത്മാവ് ആക്ച്വലി ശരീരത്തിനെ ആശ്രയിച്ചിട്ടല്ല ഇരിക്കണം എന്നർത്ഥത്തിലാണ് പറഞ്ഞത്.
അതുമായിട്ട് ചേരുന്നില്ല. ജീവാത്മാവിന് ശരീരത്തിൻ്റെ ആവശ്യതയില്ല, ശരീരത്തിൻ്റെ അത് കലരേണ്ട ആവശ്യമില്ല, അത് കലരുന്നില്ല, യഥാർത്ഥത്തിൽ കലരുന്നില്ല. രണ്ടാമത് സൂര്യൻ എന്ന് പറയുമ്പോൾ ശരീരത്തിനാണെങ്കിൽ ജീവാത്മാവിന് ആവശ്യമുണ്ട്. യഥാ പ്രകാശേതി കൃഷ്ണൻ ലോകമിം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണൻ പ്രകാശേതി. ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ ജീവാത്മാവ് വേണം. ശരീരം പ്രകാശമാണെങ്കിൽ, ശരീരം ചലനാത്മകമാണെങ്കിൽ ജീവാത്മാവ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ നേച്ചർ മനസ്സിലാക്കാൻ പറ്റും. ജീവാത്മാവ് ശരീരത്തിനെ ആശ്രയിച്ചല്ലായിരിക്കണം, അതേസമയം ശരീരം ജീവാത്മാവിനെ ആശ്രയിക്കും. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭഗവാൻ എന്തുകൊണ്ട് ജീവാത്മാവ് സുപ്പീരിയർ എനർജി ആയിട്ടും ശരീരം എന്നുള്ളത് ഇൻഫീരിയർ എനർജി ആയിട്ട് നോക്കാം. അതേപോലെ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും എന്നുള്ള ബന്ധം. ജീവാത്മാവിന് പരമാത്മാവിൻ്റെ നിലനിൽപ്പില്ല. അതുകൊണ്ട് ജീവാത്മാവ് പരമാത്മാവിനെ എപ്പോഴും ആശ്രയിച്ചു നിൽക്കും. പരമാത്മാവിനെ ജീവാത്മാവിനെ എപ്പോഴും സംരക്ഷിച്ചു വരും. ജീവാത്മാവ് എപ്പോഴാണ് സംരക്ഷണം ആവശ്യപ്പെടുന്നത്, അപ്പം മാത്രമേ പരമാത്മാവ് സംരക്ഷിക്കൂ. അപ്പോൾ ആദ്യത്തേൽ ഇത് പറയുന്നുണ്ട്, ആകാശം ബാക്കിയുള്ള എലിമെൻറ്റ്സ്, അതായത് നമുക്ക് സൂക്ഷ്മം സ്ഥൂലം എന്ന രണ്ട് സട്ടിൽ ആൻഡ് ഗ്രോസ്. സ്ഥൂലമായിട്ടുള്ള 5 കാര്യങ്ങളാണ് പഞ്ചഭൂതം. അതിൽ വെച്ച് തന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് ആകാശം. ഈ ആകാശം ബാക്കി 4 പദാർത്ഥങ്ങളായിട്ട് കലരുന്നില്ല. അതേസമയത്ത് പിന്നീട് വരുന്ന പദാർത്ഥങ്ങൾ ആകാശമായിട്ട് നെക്സ്റ്റ് ലെവലിലുള്ള സുപ്പീരിയർ ആയിട്ടുള്ള പദാർത്ഥമായിട്ട് കലരുന്നു. ഫോർ എക്സാമ്പിൾ, ആകാശത്തിൻ്റെ ഇന്ദ്രിയ വിഷയം ഏതാണ്? ശബ്ദം. റൈറ്റ്, ശബ്ദമാണ്. ആകാശത്തിൽ ശബ്ദം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിച്ചു കഴിഞ്ഞാൽ ആകാശം ശബ്ദം, ആകാശത്തെ തൊട്ട് അല്ലെങ്കിൽ ആകാശം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആകാശം നമ്മുടെ ശരീരത്തിൽ തൊടുമായി തോന്നുന്നുണ്ട്. ആകാശത്ത് നമുക്ക് കാണാൻ പറ്റുന്നു. ആകാശത്ത് നമുക്ക് കാണാൻ പറ്റില്ല, ആകാശത്തിൻ്റെ ആ കളറാണ് അത്. ആക്ച്വലി കളർ ആകാശമല്ല പറയുന്നത്. നമ്മൾ അതിൻ്റെ സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് നീല കളർ ഒക്കെ തോന്നുന്നു. പക്ഷെ ആകാശത്തിന് ശരിക്കും നിറമില്ല. അപ്പോൾ അവിടെ ശബ്ദം മാത്രമേ ഉള്ളൂ, സ്പർശമില്ല, രൂപമില്ല, പിന്നെന്താണ്, രസമില്ല, ഗന്ധമില്ല. രണ്ടാമത് വരുന്ന പദാർത്ഥം ഏതാണ്? പിന്നെ സൂക്ഷ്മമായിട്ടുള്ള ആകാശം കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന പദാർത്ഥം ഏതാണ്? സൂക്ഷ്മമായിട്ടുള്ള വായു അല്ലേ? വായുവിൽ വരണം ആണോ? സംശയമുണ്ടോ? വായുവാണ് വേണ്ട. വായുവിന്റെ അദ്രവ്യ വിഷയം ഏതാണ്? സ്പർശം അല്ലേ? അത് ദിവസം വായുവിൽ ശബ്ദമില്ലേ? വായു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ലേ? വായുവിലെ ആകാശം കലർന്നിട്ടുണ്ടെന്ന് അർത്ഥം. ക്ലിയർ ആയോ? ആകാശത്തിൽ ഒന്നും കലർന്നിട്ടില്ല, പക്ഷെ വായുവിലെ ആകാശം കലർന്നിട്ടുണ്ട്. പക്ഷെ വായുവിലെ രൂപം കലർന്നിട്ടുണ്ട്, വായുവിൽ കാണാൻ പറ്റില്ല. അപ്പൊ വായുവിൽ ആകെ കൂടി കലർന്നിരിക്കുന്ന ആകാശം മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്ന സൂക്ഷ്മമായ പദാർത്ഥം ഏതാണ്? അഗ്നി. യെസ്, അഗ്നിയില് അതിന് ഇന്ദ്രിയ വിഷയം ഏതാണ്? രൂപം. റൈറ്റ്. അഗ്നി ശബ്ദമില്ലേ? അഗ്നിഗന്ധം ശബ്ദം വരില്ലേ? അഗ്നി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പർശിക്കാൻ പറ്റില്ലേ? അപ്പൊ വായുവായിട്ട് കലർന്നുണ്ട്, ആകാശമായിട്ട് കലർന്നുണ്ട്. അഗ്നിയില് രസമുണ്ടോ, മണമുണ്ടോ? ഇല്ല അല്ലേ? അഗ്നിയിൽ രസമുണ്ടോ? അഗ്നിയിൽ രസമില്ല, മണമില്ല. അപ്പൊ അഗ്നിയില് ഈ പറഞ്ഞ മുമ്പിൽ വന്ന 2 കളർ കലർന്നിരിക്കുന്നു. പിന്നീട് വരുന്ന സൂക്ഷ്മമായിട്ടുള്ള ഏതാണ്? ജലം. ജലത്തിന്റെ വിഷയം ഏതാണ്? രസം. യെസ്. ജലത്തിൽ പക്ഷെ എന്താണ്? രൂപമുണ്ട്,
ജലത്തിൽ എന്താണ്? സ്പർശമുണ്ട്, ജലത്തില് ശബ്ദമുണ്ട്. അപ്പൊ ജലത്തിലെ ബാക്കി അതിന് മുമ്പ് മുകളിലുള്ള 3 സ്ഥലമാണ്. പക്ഷെ ജലത്തിൽ നമുക്ക് മണമുണ്ട്. ആകാശമാണ്. ഇല്ല, ഗന്ധമില്ല. പിന്നീട് വരുന്ന ഏറ്റവും അവസാനത്തെ ഭൂമിയാണ്. ഏറ്റവും ഭൂമി. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഭൂമിയാണ്. ഭൂമിയിൽ എല്ലാം ഉണ്ട് അല്ലെ? ഭൂമിയിലെ ശബ്ദമുണ്ട്. നമ്മൾ ചെവി വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ആകാശത്തിലെ ഭൂമിയിൽ നമുക്ക് ചെവി വെച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാൻ പറ്റും. ഈ ഒരു ഇരമ്പിൽ കേൾക്കാൻ പറ്റും. ഭൂമിയില് സ്പർശമുണ്ട്, ഭൂമിയിൽ രൂപമുണ്ട്, ഭൂമിയില് രസമുണ്ട്. അപ്പൊ ഭൂമിയിലെ എല്ലാം കലർന്നിരിക്കുന്നു. അതേസമയത്ത് ആകാശത്ത് ഒന്നും കലർന്നിട്ടില്ല. അപ്പൊ എങ്ങനെയാണോ ആകാശം മറ്റുള്ള പദാർത്ഥങ്ങൾ കലരാതിരിക്കുന്നത്, അതേപോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നാൽ പോലും ജീവാത്മാവ് അതുമായിട്ട് ചേരുന്നില്ല. അതാണ് ആകാശത്തിനോട് ഉപമിച്ചത്. അതാണ് ആകാശത്തോട് ഉപമിച്ചത്. രണ്ടാമത് സൂര്യൻ. സൂര്യൻ നമുക്ക് നല്ല താഴ്ന്നറിയും പേരുടെ പുസ്തകത്തിൽ അല്ലേ? സൂര്യൻ ഉള്ളതുകൊണ്ട്, സൂര്യൻ പ്രകാശം നോക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചം നിലനിർത്തും. അതേപോലെ ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ അതിനുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഇത് വേണം, ജീവാത്മാവ് വേണം. എന്നാൽ മാത്രമേ ശരീരത്തിൽ നിലനിൽക്കുള്ളൂ. ഈ കോൺഷ്യസ് ആയിട്ടുള്ള ജീവാത്മാവ് പോയി കഴിഞ്ഞാൽ എന്താണ്? വെറും ജഡപദാർത്ഥമായി. ഇവിടെ കടക്കുണ്ടോ? കാണുമ്പോൾ അത് ഷേപ്പിംഗ് കണ്ടാവും, പക്ഷെ അതിൽ ഷേപ്പിംഗ് ഇല്ല അല്ലേ? അപ്പോൾ ഈ ജീവാത്മാവ് ഈ പറഞ്ഞ സയൻറ്റിസ്റ്റ് ഇത്ര പല പദാർത്ഥങ്ങൾ കൊണ്ട് ഫോസ്ഫറസ്, കാൽസ്യം, അങ്ങനെ പല എലിമെൻറ്റ്സ് അതിൻ്റെ വാല്യൂ നിശ്ചയിച്ചിട്ട് ഇതാണ് ശരീരം പറയും. പക്ഷേ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ ഈ പറഞ്ഞ സാധനം കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ മൂവ്മെൻറ്റില്ലല്ലോ. അത് നമുക്ക് എന്ത് സയൻസിൻ്റെ എന്ത് ഡെവലപ്മെൻറ്റ് വഴിയനുസരിച്ച് നമുക്ക് ഈ ജീവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് വലിയ ഇഷ്യൂ ആയിരുന്നു. സിലോണിൽ ഉണ്ടായിരുന്നു. അത് നമുക്ക് കേരളത്തിൽ തന്നെയാണ് കേട്ട് പോകുന്നുണ്ട്. വലിയൊരു നിരീക്ഷവാദി കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അതേ പീസ് കുറെ സിലോണാണ്. ഇപ്പോൾ സിലോണിലെ ഇസ്കോൺ ഡിവോട്ടീസും ഇയാൾ നമുക്ക് ഭയങ്കര ഡിബേറ്റായി. അപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു പബ്ലിക് പ്ലേസിൽ ഡിബേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഒരു ഇല അല്ലെങ്കിൽ ഒരു പുല്ല് നിങ്ങളുടെ ലാബറട്ടറിയിലൂടെ അല്ലെങ്കിൽ നിർത്തിയിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. ഡിബേറ്റ് വെച്ച ദിവസം ഇസ്കോൺ ഡിവോട്ടീസ് വന്നു, പക്ഷേ കോവിഡ് വന്നില്ല. അപ്പോൾ നിരീശ്വാദി പറയാൻ പറ്റും, ഒക്കെ പറ്റും പറയുന്ന സമൃദ്ധിയാണ്, പ്രകൃതിയാണ് എൻ്റെ മൂലകാരണം, പ്രകൃതിയിലല്ല ഇതിൻ്റെ ആത്മാവസാനം ഇല്ല എന്നും പറയാൻ പറ്റും. പക്ഷേ പ്രകൃതിയിൽ നിന്ന് നമുക്ക് അനങ്ങണമെങ്കിൽ പ്രകൃതിക്ക് അനങ്ങണമെങ്കിൽ ജീവാത്മാവ് വേണം. അല്ലാതെ പ്രകൃതി നേട്ടാണ്, ജഡപദാർത്ഥം. അതേപോലെ അതുകൊണ്ട് എങ്ങനെയാണോ സൂര്യൻ പ്രപഞ്ചത്തിനെ തേച്ചിരിക്കുന്നത്, അതേപോലെ ഈ ആത്മാവ് ശരീരത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. യാവത് സഞ്ചായത കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞ സംയോഗ തദ്വിദ്ധി പരദർശവ. ക്ഷേത്രവും ക്ഷേത്രജ്ഞ സംയോഗം നടത്തിയാൽ മാത്രമേ ഈ ലോകത്തിലെ ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ. ഈ സംയോഗം നടത്തുന്നത് തന്നെത്താൻ സംയോഗം നന്നല്ല, ഇവല്യൂഷൻ വഴി പ്രോസസ് ചെയ്യുന്നത് നന്നല്ല. ഈ സംയോഗം നടത്തുന്ന ഭഗവാനാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം പ്രകൃതിയെ ആക്ടിവേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ജീവാത്മാവിനെ അതിനുള്ളിൽ കടത്തി വിടുന്നു, എന്നിട്ട് ഇവിടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവിടെ അവസാനത്തിലെ മാതാജി ഇതിനെ പറ്റി പറയുന്നു. ശരീരത്തിനെയും ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ രണ്ടാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വൺ ഈസ് എറ്റേണൽ, അതർ ഈസ് എന്താണ്? ശാശ്വതമാണ്, മറ്റേ അശാശ്വതമാണ്. എവർ ലാസ്റ്റിംഗ് അല്ല. വേറെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. അവ്യയം, ജീവാത്മാവ് അവ്യയം, ചേഞ്ച് ചെയ്യാത്തതാണ്. ശരീരത്തിനാണെങ്കിൽ ചേഞ്ചസ് വരുന്നു, മാറ്റങ്ങൾ അല്ലേ? ആത്മാവിന് മാറ്റങ്ങളില്ല, പക്ഷെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. എത്ര മാറ്റങ്ങൾ വരുന്നുണ്ട്? 6. യെസ്, ഈ 6 മാറ്റങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതാണ് ആ 6-7 ശ്ലോകങ്ങളിൽ അവിടെ പറയുന്നുണ്ട്. തദുദാഹൃതം ഏത് ക്ഷേത്രം സമാസേന സവികാര ഉദാഹൃതം. അവസാനിക്കുക അങ്ങനെ, സവികാര ഉദാഹൃതം.
ഇതിൻ്റെ ഒരു ചേഞ്ചസ് ആണ് ഈ ശരീരത്തിൽ കിടക്കുന്നത് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 6 ചേഞ്ചസ്, ജീവാത്മാവിന് 6 ചേഞ്ചസ് ആണ്. അവസാന ശ്ലോകത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ഈ ശരീരം ജലമാണെന്ന് നമുക്കറിയാം. ഇവിടെ 24 മൂലകങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയും. ഒരു സ്ഥൂലമായ ആവിഷ്കാരമാണ് ശരീരം. മനസ്സും വൈകാരിക വൃത്തികളുമൊക്കെ സൂക്ഷ്മാവിഷ്കാരങ്ങൾ. ഈ 2 വിഭാഗങ്ങളുടെയും സങ്കലനം ജീവലക്ഷണങ്ങളാണെന്ന് അറിയപ്പെടുന്നു. ഇത് നമ്മൾ 5-ാം ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ടത്. 5-ാം ശ്ലോകത്തിൽ ഋഷിബീർ ബഹുദാഗീതം ഛന്ദോബീർ വിവിധേ കൃതക ബ്രഹ്മസൂത്ര പ്രതിഷ്ഠൈവ ഏതുമദ്ബീർ മുനിശ്ചരൈ. അതിൻ്റെ ആ പർപ്പട്ടില് ബ്രഹ്മപുച്ഛ പ്രതിഷ്ഠ അല്ലേ, അതിനെ പറ്റിയിട്ട് പറഞ്ഞില്ല. 5 തരത്തിലുള്ള അന്നമയ കോശം, അന്നമയം, അന്നമയം, പ്രാണമയം, ജ്ഞാനമയം, വിജ്ഞാനമയം, ആനന്ദമയം. അപ്പൊ ഈ സ്ഥൂലമായ ശരീരം, മനസ്സും വൈകാരിക വൃത്തികളൊക്കെ സൂക്ഷ്മാവിഷ്കാരങ്ങൾ. ഈ 2 വിഭാഗങ്ങളുടെയും സങ്കലനം ജീവലക്ഷണമാണെന്ന് പറയും. അപ്പൊ ആദ്യത്തിൽ നിന്ന് വെറും ഗ്രോസ് ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അന്നം മാത്രമേ ആലോചിക്കുള്ളൂ. രണ്ടാമത് നമ്മൾ ആലോചിക്കും, ഇങ്ങനെ പറഞ്ഞ മൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, കണ്ണടയ്ക്കുന്ന ചെവി കേൾക്കുന്നു, നമ്മൾ കൈകാലുകൾ അളകുന്നു, ഇങ്ങനെ മൂവ്മെന്റ്സിന്റെ ജീവിതത്തിന്റെ ലക്ഷണങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ജീവലക്ഷണങ്ങൾ ആണ് അറിയപ്പെടുന്നു. അപ്പോൾ അത് പ്രാണമയം. പിന്നെ ഇതിന്റെ മുകളിൽ എന്താണ്, മനസ്സുണ്ട്, അറിയാം, മനസ്സിന്റെ ബുദ്ധിയുണ്ട്. അതുവഴി നമുക്ക് എന്താണ്, ജ്ഞാനമയം. ഈ 3ഉം നമ്മുടെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ് അല്ലേ. അന്നമയം, പ്രാണമയം, ജ്ഞാനമയം. ഇത് ക്ഷേത്രത്തിൽ ബേസ് ചെയ്തിട്ടാണ് ക്ഷേത്രം വരെ എത്തുന്നത്. പക്ഷെ പിന്നീട് വരുന്ന വിജ്ഞാനമയം എന്താണ്, ഈ പറഞ്ഞ മീതെ ഇരിക്കുന്ന ആ ജീവാത്മാവ്. ഈ ജീവാത്മാവിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് വിജ്ഞാനമയം. അപ്പൊ അത് ക്ഷേത്രം. ആദ്യത്തെ 3 ക്ഷേത്രം, രണ്ടാമത്തെ വിജ്ഞാനം വന്ന ആദ്യത്തെ ക്ഷേത്രജ്ഞനായ ജീവാത്മാവ്. ആനന്ദമയം എന്ന് പറയുന്നത് എന്താണ്, രണ്ടാമത്തെ ക്ഷേത്രജ്ഞൻ, അത് ഭഗവാൻ. അപ്പൊ അത് രണ്ടാമത്തെ ക്ഷേത്രം. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ക്ഷേത്രജ്ഞനും വ്യത്യാസം എന്താണെന്നുള്ള ഈ ബ്രഹ്മപുച്ഛം വഴി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. കാരണം നമ്മൾ ഇൻട്രൊഡക്ഷന് പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സബ്ജക്റ്റ് ഭഗവത്ഗീത 5 സബ്ജക്ട്സിനാണ് ഡീൽ ചെയ്യണമെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഈശ്വര, പ്രകൃതി, കർമ്മകാല. ജീവ, പ്രകൃതി, കർമ്മകാല. കാലകർമ്മം. അപ്പൊ അതിന് 3 എണ്ണം ഇതിൽ പറയുന്നുണ്ട് അല്ലെ. ഈശ്വര, ജീവ, പ്രകൃതി. കാലത്തിനെ പറ്റിയും ചെറുതായിട്ട് പറയുന്നുണ്ട്. കാരണം ചെറിയ ആ ശ്ലോകത്തിൽ ഈ പറഞ്ഞ പല ബോഡീസും നമ്മൾ കറങ്ങുന്നുണ്ടല്ലോ. 23-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പുരുഷ പ്രവിഷ്ടോ ഗുണത്തെ പ്രകൃതി ഗുണാൻ കാരണം ഗുണസംഗസ്യ സദസത് യോനിജന്മസു. അപ്പൊ ആ പ്രയാണം പല പല ജന്മങ്ങൾ പല പല എടുക്കുന്നതിനെ അത് കാലത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കാം. കർമ്മം എന്താണ്, ഈ പറഞ്ഞ ഇവിടെ 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്, ഒന്ന് ശരീര സംബന്ധമാണ്. ശരീരം നമുക്ക് ഈ ക്ഷേത്രജ്ഞന്റെ 2 തരം ക്ഷേത്രജ്ഞന്റെ പറയുന്നുണ്ട് ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ. ഏത് 2 ക്ഷേത്രജ്ഞന്? വയാ ശരീരത്തിനെ ഒരു ഇന്ദ്രിയ ഉപകരണമായിട്ട് കാണുന്ന ആള് ആശ്രിതന ലെവലിന്റെ ശരീരത്തെ കാണുന്നു. അതേ സമയത്ത് ഈ ശരീരം വെച്ച് തന്നെ നമുക്ക് മോക്ഷപ്രാപ്തിക്ക് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നു. അത് ശ്രീമദ് ഭാഗവത ശ്ലോകം പറയുന്നു. ഒരേ വൃക്ഷത്തിന്റെ 2 ഫലങ്ങളാണ് പറയുന്നത്. ഒരു ഫലം എന്താണ്, ആസ്വാദനം. അത് സാധാരണ കർമ്മികളെ ആസ്വദിക്കുന്നു. മറ്റേത് മോക്ഷമാണ്. അത് നമ്മുടെ ഹംസമായിരിക്കുന്ന ജ്ഞാനികൾ അത് ആസ്വദിക്കുന്നു. അപ്പോൾ ഈ ശരീരം തന്നെ നമുക്ക് ചേതന അധൃതി എന്ന് വാക്ക് ഉപയോഗിക്കുമ്പോൾ അധൃതിയിൽ നിന്ന് സപ്പോർട്ടായിട്ട് കണക്കാക്കുന്നത്. സപ്പോർട്ട് എന്താണ്, ഒന്നിൽ നമുക്ക് ആസ്വദിക്കാനുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് മോക്ഷം നേടാനുള്ള സപ്പോർട്ട്. ഈ പറഞ്ഞ ഇതേ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ. നമുക്കിപ്പോൾ അതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ബുദ്ധിയാണ് ആദ്യ ശാസ്ത്രങ്ങൾ ബുദ്ധിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്.
ഈ ബുദ്ധി വഴി നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം, മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണോ, ഇന്ദ്രിയങ്ങൾ കർമ്മത്തിനെ നിയന്ത്രിക്കണം. ശരി. ഇപ്പോൾ ഇവിടെ 5 സബ്ജക്റ്റും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. ജ്ഞാനയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണത്. ജ്ഞാനയോഗത്തിനെ സംബന്ധിച്ചോളം നോക്കിയാണ്. അത് തറവായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാരിറ്റി മനസ്സിലാക്കണേ, അപ്പോൾ ആചാര്യന്മാരുടെ നിഷ്കർഷമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ അതേപോലെ അനുസരിക്കണം. ഡിവോഷൻ സർവീസായ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതെന്താ ചൊല്ലിക്കഴിഞ്ഞ ആൾക്കാർക്ക് ഈ അധ്യായം ശരിക്കും മനസ്സിലാവും. അതാണ് ഭഗവാൻ എൻ്റെ ഭക്തന് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത്. ഭക്തൻ പാംസമായിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. കൽപ്പതരൂപസ്ഥ കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്ദേ ജയ. ശിലാ ജയ ഹോ.